ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല. കഴിയുന്നില്ല നന്ദേട്ടാ. എനിക്ക് ഏട്ടന് പേടി തോന്നുക, എന്നോട് പൊറുക്കില്ല എന്ന് തോന്നുക, ഞാൻ ചതിച്ചുവെന്ന് ചിന്തിച്ചുവെന്ന് തോന്നുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവളൊരു ഞെട്ടലോടെ കണ്ണുകൾ തുടച്ചു. കൈയെത്തിച്ച് ടേബിളിൽ ഇരുന്നിരുന്ന ഫോൺ എടുത്തതും സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന നന്ദൻ്റെ ഫോട്ടോ കണ്ട് അവൾക്കെന്തോ ഉള്ളിൽ വിങ്ങും പോലെ തോന്നി. ഒരു മനുഷ്യനെ പറ്റിക്കും പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ ഫോണിലേക്ക് നോക്കിക്കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഫോൺ കട്ടാകുന്നതും വീണ്ടും റിങ് ചെയ്യുന്നതും വീണ്ടും കട്ടാകുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ ഫോൺ എടുക്കാൻ തോന്നിയില്ല. പലതവണ എല്ലാം തുറന്നു പറയാമെന്ന് മനസ്സാഗ്രഹിക്കുമ്പോൾ ധൈര്യമില്ലായ്മ അന്നാദ്യമായി അവളെ തളർത്തി. ആടാ, തലവേദനയാണെന്ന് പറഞ്ഞ് റൂം കയറിയതാ. ഫോൺ അടിച്ചത് കേട്ട് കാണില്ല, ഞാൻ കൊടുക്കാം. ഗൗതമിൻ്റെ ശബ്ദം കേട്ടതും മണി കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് ബെഡിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവൾക്കറിയാമായിരുന്നു അതാരായിരിക്കുമെന്ന്. ഗൗതം അടുത്തേക്ക് വന്നതും അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ കിടന്നു. ഗൗതമിൻ്റെ കൈകൾ അവളുടെ നെറ്റിത്തടത്തെ തലോടി പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഉറക്കത്തിലാണ്, നല്ല വേദന കാണും. എണീറ്റാ ഞാൻ വിളിക്കാൻ പറയാം. ശരിടാ, ഗൗതം ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം മണിക്ക് കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ആരോടാണ് താൻ നീതി പുലർത്തേണ്ടത്? ജീവനായി കണ്ട പ്രണയത്തോടോ, അതോ നന്ദേട്ടൻ്റെ ജീവിതമായ സൗഹൃദത്തോടോ? എന്തൊക്കെ ഉണ്ടായാലും നഷ്ടങ്ങൾ നന്ദേട്ടനും തനിക്കും മാത്രമാകും. ഗൗതം നെറ്റിയിൽ മരുന്ന് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയതും അവളൊന്ന് തിരിഞ്ഞു കിടന്നു. മനസ്സിവിടെ എങ്ങുമല്ലായിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം, പക്ഷേ ആർക്കും ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. ഏട്ടാ, മണിയുണ്ടോ ഉള്ളിൽ? ഉമ്മറത്തേക്ക് കയറുന്നതിനിടയിൽ പാറു ചോദിച്ചു. ഉമ്മറത്തിരിക്കുകയായിരുന്ന ഗൗതം അവളെ കണ്ടൊന്ന് ചിരിച്ചു. ആരാ ഇത്? പാർവതി തമ്പുരാട്ടിയോ? എന്താ ഈ വഴിക്കൊക്കെ? ഡേട്ടാ, വെറുതെ ചൊറിയല്ലേ, ഞാൻ അത്ര നല്ല മൂഡിലല്ല. മണി ഉള്ളിലുണ്ടോ? തലവേദനയാണ്, റൂമിൽ കിടക്കുന്നുണ്ട്. എന്ത് പറ്റി രണ്ടാൾക്കും? ശോകഭാവമാണല്ലോ. ഗൗതം ചിരിയോടെ തന്നെയായിരുന്നു ചോദിച്ചത്. പാറു എല്ലാം പറയണോ എന്നൊരു നിമിഷം ആലോചിച്ചു. പക്ഷേ മണിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്ത് ശോകം? ഞങ്ങൾ വളരെ സന്തോഷത്തിലല്ലേ. ഞാൻ എന്നവളെ കണ്ടിട്ട് വരാവേ. ഒന്നും പുറമേ കാണിക്കാതെ അവൾ ഉള്ളിലേക്ക് ഓടി. മണിയുടെ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ടു കട്ടിലിൻ്റെ ഹെഡ് ബോർഡിലും ചാരിയിരുന്ന് വിരൽ വെച്ച് നെറ്റിയിൽ ഒഴിഞ്ഞ് എന്തൊക്കെയോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന മണിയെ. അവളുടെ ഇരുത്തം കണ്ട് പാറുവിന് ശരിക്കും ദേഷ്യമാണ് വന്നത്. അവൾ ഇച്ചിരി ഗൗരവത്തോടെ മുഖം കയറ്റിക്കൊണ്ട് മണിക്കരികിൽ വന്നിരുന്നതും ആരുടെയോ സാന്നിധ്യം അറിഞ്ഞ പോലെ മണിയൊന്ന് തല ഉയർത്തി നോക്കി. തനിക്ക് ചാരയായി ഇരുന്ന് തന്നെ കണ്ണുരുട്ടി നോക്കുന്ന പാറുവിനെ കണ്ട് അവൾ പ്രയാസപ്പെട്ടുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. അയ്യോ, പാടെ വിട്ട് മോളിക്ക് ഇരിക്കണ്ട. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താണ് നിന്റെ കുഞ്ഞമ്മയുടെ രണ്ടാം കെട്ടാണോ? അവളുടെ ഒരു കണ്ണീര്. പാറുവിന് ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഡിഡി, മനുഷ്യൻ്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. ഇമ്മാതിരി കരച്ചിൽ കരയാൻ ഇവിടെ എന്താടി ഉണ്ടായത്? ആ വെള്ളിമൂ ഒന്ന് ഭീഷണിപ്പെടുത്തിയതോ? നിനക്കെല്ലാം നിസ്സാരാകും പാറു. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് പേടിയായിട്ടല്ലേ. നന്ദേട്ടൻ നിന്നെ വെറുക്കില്ലേ പാറു? അതിലും ഭേദം അവൾ പറഞ്ഞ പോലെ ഞാൻ നന്ദേട്ടനെ ഉപേക്ഷിക്കുന്നതല്ലേ. അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഓഹോ, ഇത് മറ്റേതാണ്, ടിപ്പിക്കൽ സർവ്വസഹായ പെണ്ണ്. ഡിപണേ, മര്യാദയ്ക്ക് നിൻ്റെ അഭിനയം നിർത്തിക്കോ. പാറു അലറി. എന്നാൽ മണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇത് അഭിനയമായി നിനക്ക് തോന്നുന്നുണ്ടോ പാറു? അവളുടെ ശബ്ദമൊന്നിടറിയതും പാറു അവളെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ ദയനീയത ആവോളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മുഖം സങ്കടം കൊണ്ട് വാടിയിരുന്നു. പാറു അവളെ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ മുഖഭാവങ്ങൾ നിമിഷനേരം കൊണ്ട് മാറി മറിഞ്ഞു. അതുവരെ സങ്കടം തളം കെട്ടി നിന്നിരുന്ന ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. വിഷാദം നിറഞ്ഞ കണ്ണുകളിൽ നിർവചിക്കാൻ കഴിയാത്ത ഭാവമായിരുന്നു. ഇത് അഭിനയമല്ലല്ലോ പാറു, ജീവിതമല്ലേ. നമ്മുടെ വെള്ളിമൂങ്ങ ജീവിതകാലം മുഴുവൻ നമ്മളെ മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചു കാണിക്കുകയല്ലേ. അവളുടെ ചിരി അവിടെ മുഴങ്ങിക്കേട്ടു. പാറുവിൻ്റെ ചുണ്ടിലും ആ പുഞ്ചിരി തെളിഞ്ഞു. ഞാനും കരുതി, ഹോ, നീയൊക്കെ എപ്പോഴാ നന്നായെന്ന്. ഡി കോപ്പേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണോ? ഓഹ്, ആ കോപ്പത്തയുടെ മുന്നിൽ നിന്ന് കണ്ണർച്ചത് നമ്മുടെ മൂക്കിടിച്ച് പരത്തണ്ടേ? പാറു ദേഷ്യം അടങ്ങാതെ ചോദിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ബുദ്ധിയില്ലാന്ന്. ഞാൻ അവിടെ അങ്ങനെ ഒരു സീനുണ്ടാക്കിയ അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൾ അഭിനയിക്കും. നിൻ്റെ ഏട്ടനോട് പറയാൻ പോകുന്നത് നമുക്കെതിരെയായിരിക്കും. അമ്മായിയോട് ദേഷ്യമുണ്ടെങ്കിൽ നന്ദേട്ടൻ ഈ നിമിഷം വരെ അവളൊരു സംശയം പോലും ഇല്ല. അങ്ങനെ വരുമ്പോൾ കിട്ടാൻ പോകുന്നത് ആർക്കാ?
ആർക്കാ? നമുക്ക്. അപ്പോൾ ഒരു നിമിഷം താന്നു കൊടുത്താൽ അടുത്ത നിമിഷം നമുക്ക് അവളെ ചവിട്ടിത്താഴ്ത്താൻ കഴിയും. മനസ്സിലായോടി ഇപ്പോൾ അന്ത ബുദ്ധി? പാറുവിൻ്റെ നെറ്റിയിലൊന്ന് വിരൽ വെച്ച് തട്ടിക്കൊണ്ട് മണി പറഞ്ഞതും പാറു അന്തം വിട്ട് അവളെ നോക്കി നിന്നു. നിനക്കെത്രയും ബുദ്ധിയോ? എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ നീ എന്തിനാ ഏട്ടനാ വീട് ചെയ്യുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എനിക്കും വിച്ചേട്ടനും മാത്രം അറിയാവുന്ന ആ കാര്യം എങ്ങനെയാണ് ശ്രുതി അറിഞ്ഞതെന്ന്, ഇതിൽ ആർക്കാ പങ്കുള്ളതെന്നൊക്കെ. അതിനിപ്പോൾ എന്ത് ചിന്തിക്കാൻ? വിച്ചേട്ടൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ ശ്രുതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വൈശാലി. അവൾ പറഞ്ഞു കാണും. നിന്നോട് അവൾ അത്ര സുഖത്തിലല്ലല്ലോ. പാറു വലിയ കാര്യമല്ലാതെ പറഞ്ഞു. മണിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അവൾ തിരഞ്ഞെടുത്തത് അവളുടെ ഏട്ടനെ. എന്തായാലും നനഞ്ഞല്ലോ, ഇനി കുളിച്ചു കയറാം. നീ കുളിക്കാൻ പോകുക? പാറു ഒരു അന്തവും ഇല്ലാതെ പറഞ്ഞതും മണി പല്ല് കടിച്ചുപോയി. ഇടി കോപ്പ, ഇവളെ കൊണ്ട് നിനക്ക് ശരിക്കും ബുദ്ധിയില്ലാത്തതാണോ? ഏയ്, പണ്ടെനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പോഴാണ് അമ്മ എനിക്ക് നിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം നല്ല മാറ്റമുണ്ട്. നിഷ്കുഭാവത്തിൽ അവൾ പറയുന്നത് കേട്ട് മണി അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഡേ, അതൊക്കെ വിട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാനൊരു കളി കളിക്കാൻ പോകുക. നിൻ്റെ ഏട്ടനെ പരമാവധി വെറുപ്പിക്കാനുള്ള കളി. അയ്യടാ മഞ്ഞമ്മേ, എന്നിട്ട് എൻ്റെ കല്യാണം കൂടി മുടക്കാനല്ലേ? സമ്മതിക്കില്ല ഞാൻ. കല്യാണം മുടങ്ങിയാലും സദ്യ, അത് ഞാൻ സഹിക്കില്ല. പാറു ഇടയിൽ കയറി പറഞ്ഞു. ഈശ്വര, ഇവളെ കൊണ്ട്. ഡി, നിൻ്റെ കല്യാണമൊന്നും ഞാൻ മുടക്കുന്നില്ല. പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക്. ഞാനെല്ലാം നന്ദേട്ടനെ അറിയിക്കാൻ പോകുക. പക്ഷേ എൻ്റെ നാവ് കൊണ്ടൊന്നും നന്ദേട്ടനറിയില്ല. ശ്രുതിയെ കൊണ്ട് പറയിപ്പിക്കുകയില്ല. പിന്നെ ആര് പറയും? പാറു ആകാംക്ഷയോടെ അവൾ നോക്കി. മണിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി നിറഞ്ഞു. മെല്ലെ പാറിന് നേരെ വിരൽ ചൂണ്ടി. ഞാനോ? പാറു അടപടലം ഞെട്ടി. കണ്ണിൽ തെളിഞ്ഞു വരുന്നത് മുറ്റത്തെ മാവിൽ തന്നെ കെട്ടിയിട്ട് ചുവരലുകളുടെ വേശടിക്കുന്ന നന്ദനാണ്. ഹമ്മേ! പാറു അറിയാതെ വിളിച്ചുപോയി. എൻ്റെ ശവം കണ്ടേ അടങ്ങുമല്ലേ? പാറു ദയനീയമായി ചോദിച്ചുപോയി. നിനക്ക് യാതൊരു കുഴപ്പമുണ്ടാകില്ല പാറു. ഈ ഒരു പ്രശ്നത്തിൽ ഒന്ന് മാത്രം പറയാം. ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടാം. പക്ഷേ നിനക്കോ വിച്ചേട്ടനോ ഒന്നും സംഭവിക്കില്ല. അതെൻ്റെ വാക്ക. മണി, നീ എന്താ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ഒന്നും വേണ്ട. ആ ശ്രുതി അങ്ങ് കൊല്ലാം. അതാവുമ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടാകില്ലല്ലോ. പാറുവിന് ദേഷ്യം വന്നിരുന്നു. കൊന്ന പ്രശ്നമെല്ലാം തീരുമോ? പണ്ട് എന്നോട് അവൾ ചെയ്തതെല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. അതെല്ലാം പുറത്തു കൊണ്ടുവരാതെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നീ അത് കേട്ടാൽ മതി. മണി അല്പം ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. പാറു ഒന്ന് തലയാട്ടിയതേ ഉള്ളൂ. മണി പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ശ്രവിക്കുമ്പോഴും അവളിൽ ഞെട്ടലുണ്ടായിരുന്നു. ഈ നാടകം ആരുടെയും ജീവിതം തകർക്കാനല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അതിന് ഒരാളുടെ കൂടി സഹായം ഉണ്ടായേ പറ്റൂ. മണിയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഏട്ടാ, ഞാൻ വേണുമാഷിനെ കണ്ടിട്ട് വരാട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ മണി പറഞ്ഞതും ഗൗതം അല്പം ഗൗരവത്തിൽ തല ഉയർത്തി നോക്കി. നീ എന്താ നന്ദൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അല്പം പോലും മയമില്ലാതെയായിരുന്നു അവൻ്റെ ചോദ്യം. അതിനവളുടെ കയ്യിൽ നിന്നും ഒരു ഉത്തരവും ഉണ്ടായില്ല. മെല്ലെ കണ്ണുകൾ വേറെ എങ്ങോട്ടോ ചലിപ്പിച്ചുകൊണ്ട് ചെരുപ്പിൻ്റെ വള്ളി കെട്ടി. മണി, ഏട്ടാ, വൈകിയാ മാഷ് പോകും, ഞാനൊന്ന് ചെന്നോട്ടെ. അവനെക്കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കാതെ തന്നെ അവൾ പറഞ്ഞൊപ്പിച്ചു. ഗൗതം അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ചെല്ല് ചെല്ല്, എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. അവൻ പരുക്കനായി തന്നെ പറഞ്ഞതും അവൾ അതൊന്നും കേൾക്കാത്ത മട്ടെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടന്നു. അവൾക്കാകെ വല്ലായ്മ തോന്നിയിരുന്നു. ഒരു പക്ഷേ നന്ദേട്ടനോടൊന്ന് സംസാരിച്ചാൽ കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യനെ മുതലെടുക്കുന്നവരെ പറ്റി അറിയാതെ പോകും. ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. നീ പറഞ്ഞിട്ട് ശരിയാക്കിയതാ. ഇതുകൊണ്ട് വല്ല വേലത്തരവും ഒപ്പിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാവും പട കിട്ടുക. ഒരു എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വേണുമാഷ് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ കണ്ണിറുക്കി. ഇല്ല എൻ്റെ മാഷേ, ഒരു വേലത്തരവും കാണിക്കില്ല. പിന്നെ ഇതൊന്നും നന്ദേട്ടൻ അറിയണ്ട കേട്ടോ. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. പറയുമ്പോൾ കിട്ടുന്നത് കയ്യോടെ വാങ്ങിക്കോ. ആ ഡേറ്റെങ്കിലും മാറ്റായിരുന്നു. ഗൗതമൻ്റെ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ആകെ കൂടി നിൻ്റെ വാശിയാ. നിൻ്റെ ഭാവി ഓർത്ത് മാത്രമാണ് ഞാനൊന്നും പറയാതിരുന്നത്. എല്ലാം ശരിയാകാൻ വേണ്ടിയല്ലേ മാഷേ, സാരില്ല. എന്നാൽ ഞാൻ പോയിട്ടോ. അവളത് മാത്രമേ പറഞ്ഞുള്ളൂ. അവളുടെ ചിന്ത മുഴുവൻ നാളത്തെ ദിവസത്തെ പറ്റി മാത്രമായിരുന്നു. മണി, നന്ദനാണ്. ബെഡിലിരുന്ന് പുസ്തകം വായിക്കുമ്പോഴാണ് ഗൗതം റൂമിലേക്ക് വന്നത്. ഗൗതം അവൾക്ക് നേരെ ഫോൺ നീട്ടിയതും അവളൊരു വികാരവും കൂടാതെ അവനെ നോക്കി. അപ്പോഴും ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങാനും
നന്ദേട്ടനോട് ഒരുപാട് സംസാരിക്കാനും അവൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയപ്പോഴും അവൾ അതിനെയെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് കേൾക്കാത്ത മട്ടേ പുസ്തകത്തിലേക്ക് കണ്ണുകൾ മാറ്റി. മണി, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? ഗൗതം അല്പം ശബ്ദത്തിൽ ചോദിച്ചതും മണി മെല്ലെ ഒന്ന് തല ഉയർത്തി നോക്കി. എനിക്കെന്തോ സംസാരിക്കാൻ വയ്യ ഏട്ടാ. മണി, ഏട്ടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് സംസാരിക്കാൻ വയ്യാന്ന്. മണിക്കെന്തോ അങ്ങനെ പറയാനാണ് തോന്നിയത്. ആ നേരത്ത് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഗൗതം അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഫോൺ ചെവിയിൽ വെച്ചതും അത് കട്ടായിരുന്നു. ഗൗതമിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. മണി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അവൻ താഴ്ന്നു തരുന്നത് നിനക്ക് ചവിട്ടി മെതിക്കാനല്ല. 2 ദിവസമായി നിനക്കൊരു അസുഖം തുടങ്ങിയിട്ട്. അവൻ കാണാൻ ശ്രമിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോഴും നീ എന്തിനെങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? നിനക്കിഷ്ടല്ലേ അവനെ? അതോ നിന്നോട് പണ്ട് പെരുമാറിയതിനുള്ള പ്രതികാരമോ? ഗൗതം പറയുന്നത് കേട്ട് മണിക്ക് ഹൃദയം നുറുങ്ങും പോലെയാണ് തോന്നിയത്. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എനിക്ക് സംശയമുണ്ട് മണി, അവനോടുള്ള നിൻ്റെ ഈ സ്നേഹത്തിൽ. നിനക്ക് തോന്നുമ്പോൾ അവനെ പരിഗണിക്കുന്നു, ചില നേരത്തെ അവഗണന. വേറെ വല്ലവരായിരുന്നെങ്കിലേ ഇട്ടെറിഞ്ഞു പോകുമായിരുന്നു. എൻ്റെ പെങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നിൻ്റെ ഒരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. വരില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. ഇതിനൊരു തീരുമാനം വേണം. ഗൗതമിൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കാണാതിരിക്കാൻ വേണ്ടി അവൾ വേഗം ബെഡിൽ മുഖം പൂഴ്ത്തിക്കിടന്നു. പോകാമേട്ടാ, എനിക്കും ചിലത് പറയാനും തീരുമാനിക്കാനും ഉണ്ട്.